ഈ വീഡിയോയിൽ കാണുന്നത് മോദിജിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനോ ഇലക്ഷന്റെ വിജയാഘോഷമോ അല്ല, മറിച്ച് അദ്ദേഹം ഒരു അമ്പലം വിസിറ്റ് ചെയ്തതാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും പറ്റും. കാരണം എന്നാ കണാപ്പ് പടച്ചുവിട്ടാലും കാണാൻ ആളുണ്ടെന്ന ബോധ്യത്തിന്മേലാണ് അദ്ദേഹം ഇതൊക്കെ പടച്ചുവിടുന്നത്. നീറോ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? റോമ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോഴും തന്റെ വീണ വായിക്കുന്നതിൽ മുഴുകിയിരുന്ന മഹാൻ. നമുക്കുമുണ്ടൊരു നീറോ. പക്ഷെ നമ്മുടെ നീറോ വീണ വായിക്കുന്നതിലല്ല, കൊട്ടുന്നതിലാണ് ഉസ്താദ്. മോദിജിയുടെ പലതരം കൊട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജപ്പാനിലെ ടോക്കിയോയിൽ പോയപ്പോൾ അദ്ദേഹം ഡ്രമ്മിൽ കൊട്ടി. കൊറോണയെ തുരത്താൻ അദ്ദേഹം പാത്രങ്ങളിൽ കൊട്ടി. അമേരിക്കയിൽ പോയി ട്രംപിന്റെ വാതിലിൽ കൊട്ടി. ഒടുവിൽ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഉടുക്കും കൊട്ടി. ഇന്ത്യയുടെ കടബാധ്യത ചരിത്രത്തിലെ ഏറ്റവും ഉയരത്തിലെത്തി നിൽക്കുമ്പോൾ, രൂപയുടെ മൂല്യം അനുദിനം ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ കോർപ്പറേറ്റുകൾ കൈവശമാക്കുമ്പോൾ, പട്ടിണി സൂചിക റാങ്കിങ്ങിൽ 100-ന് മേലെ എത്തുമ്പോൾ നമ്മുടെ മോദിജി കണ്ടുപിടിച്ച പരിഹാരം ഉടുക്കു കൊട്ടുന്നതാണ്. എന്നിരുന്നാലും PR വർക്കിന്റെ കാര്യത്തിൽ BJPയെ തോൽപ്പിക്കാൻ ആർക്കും ഇതുവരെ ആയിട്ടില്ല. ഗ്ലോബൽ GDP വളർച്ചയിൽ ഇന്ത്യ ജപ്പാനെ മറികടന്നു എന്ന വാർത്ത കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ മേജർ ഷെയറും ഇരിക്കുന്നത് കേവലം 4% വരുന്ന ഇന്ത്യക്കാരുടെ കയ്യിലാണ്. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യ ഇപ്പോഴും മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും അന്നന്നത്തെ അന്നത്തിനുള്ള വകയില്ലാത്ത, അരി മേടിക്കാൻ കാശില്ലാത്തവനും BJPയുടെ പോസ്റ്റ് കണ്ടാൽ ഷെയർ ചെയ്തിരിക്കും. GDP വളർന്നല്ലോ, ജപ്പാനെ മറികടന്നല്ലോ. ജോലിയില്ലാതെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവൻ പോലും BJPയുടെ ഒരു പോസ്റ്റ് കണ്ടാൽ അത് ഷെയർ ചെയ്തിട്ടേ മരിക്കത്തുള്ളൂ. അതാണ് BJPയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ വിജയം. മോദിജി സോംനാഥ് ടെമ്പിൾ വിസിറ്റ് ചെയ്ത വീഡിയോ ആണ് ആദ്യം കണ്ടത്. മഹാദേവനായ ശിവനാണ് അവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. മോദിജിയുടെ വണ്ടിയും റീലും ഉടുക്കുകൊട്ടും ഒക്കെ കണ്ടിട്ട് സ്വർഗത്തിലിരുന്ന മഹാദേവൻ ഇങ്ങനെ പറഞ്ഞത്രേ: അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ?